ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോ തമിഴ്നാടൻ ജയൻ രവി ഈയിടെ പ്രസ് മീറ്റ് വിളിച്ചിട്ട് അദ്ദേഹം കൊല്ലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോർച്ചറിങ്, അതും സ്വന്തം ഭാര്യയുടെ അടുത്തുനിന്ന്. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് ആദ്യം മുതൽ തന്നെ പറഞ്ഞു വരേണ്ടി വരും. നമ്മുടെ എല്ലാവരുടെയും ഒരു വിചാരമുണ്ട്, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ലൈഫിലൊന്നും യാതൊരുവിധ പ്രശ്നമില്ല, വളരെ ഹാപ്പിയാണ് അവര് എന്നുള്ളത്. ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. ശരിക്കും റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ് എന്നുള്ളത്, രണ്ടും ഡിഫറെന്റ് ആണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനെ കല്യാണം കഴിച്ചത് ടോർച്ചർ ചെയ്തിട്ടാണ് എന്നാണ്. അതായത് ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവുകയാണ് കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് വരെ ആ ലെവലിലാണ് ജയൻ രവിയെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അതിനുശേഷം പുള്ളിക്ക് സ്വന്തമായിട്ട് ഒരാളുടെ അനുവാദമില്ലാതെ സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു പെർമിഷൻ ഇല്ല. കാർഡ് സ്വൈപ്പ് ചെയ്താൽ വരെ വൈഫ് വിളിച്ച് ചോദിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പീക്ക് ഫെമിനിസം. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലുള്ള ആൾക്കാരും കുറച്ച് സോഷ്യൽ മീഡിയയും ചേർന്നിട്ട് അദ്ദേഹത്തിനെ നല്ല രീതിയിൽ മെന്റലി ടോർച്ചർ ചെയ്യുന്നുണ്ട്. അതും കെനീഷ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ഒരാളെ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട്. പിന്നെ സ്വന്തം മക്കളുടെ കാര്യം നോക്കാണ്ടാണ് ജയൻ രവി ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇൻവോൾവ് ആവണമെന്ന് പറഞ്ഞിട്ടാണ് ഒരുപാട് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. അപ്പൊ അതിന്റേതായ എക്സ്പ്ലനേഷനുമായിട്ടാണ് അദ്ദേഹം പ്രസ് മീറ്റ്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് 50 ലക്ഷം രൂപയുടെ മുകളിൽ വരെ കുട്ടികൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാടക വീട്ടിലാണ് എന്നുള്ളത്. വൈഫും ജയൻ രവിയും തമ്മിൽ പിരിയാനുള്ള കാരണം ഈ കെനീഷയാണെന്ന് വരെ. ആ വീഡിയോ ഒന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എന്തായാലും അവർ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അത് ശരിക്കും എന്താന്നുള്ളത് അവര് വെളിപ്പെടുത്തിയിട്ടില്ല. സോഷ്യൽ മീഡിയ ബുള്ളിങ് കാരണം കൊണ്ട് തന്നെ കെനീഷ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വരെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലോട്ട് പോണതിന്റെ മുമ്പ് നമുക്ക് ജയൻ രവി പ്രസ് മീറ്റിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേട്ട് വരാം. சொல்லட்டுமா என் நியாயத்தை? இத்தனை நாள் நான் பேசாம இருந்தது என்னோட தப்பு. சரி விட்டுருங்க, போட்டோம், பார்க்கலாம். பொம்பளை இது அது என்னங்க பொம்பளை? என்ன ஆம்பளை பொம்பளை? என்ன ஃபெமினிசம்? ஃபெமினிசம்னா என்னன்னு தெரியுமா யாருக்காவது? ரேப்புக்கு அகைன்ஸ்டா படம் எடுத்தவன்னா படம் ஓடுமா இல்லையான்னு தெரியாது. இதை எப்படி எடுக்கணும்னு யாருக்கும் தெரியாது. கண்டிப்பா தேவைன்னு சொல்லி அந்த படத்தை நான் எடுத்தேன். கஷ்டப்பட்டு பண்ணது நான். பெண்களுக்கு உரிமை இருக்கணும்னு சொன்னது நான் என் படங்கள்ல. என்ன சொல்றீங்களா? பெண்களை பத்தி தெரியாதுன்னு எனக்கு. எங்க அம்மா என்ன அப்படி வளர்க்கல. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷീസ് എ പീക്ക് ഫെമിനിസ്റ്റ്. അദ്ദേഹത്തിന് അങ്ങോട്ട് പോകാൻ വിടുന്നില്ല, ഇങ്ങോട്ട് പോകാൻ വിടുന്നില്ല. അതായത് അക്കൗണ്ട് അടക്കം ജോയിന്റ് അക്കൗണ്ട് ആണ്. സ്വന്തമായിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങാൻ വരെയുള്ള ഒരു പ്രൈവസി കൊടുക്കുന്നില്ല. അപ്പൊ ഫുള്ളി കൺട്രോൾഡ് ബൈ വൈഫ്, അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുട്ടികളെ കാണാനടക്കം അനുവദിക്കുന്നില്ല. അദ്ദേഹം മാറി ഒരു റെന്റഡ് ഹോമിലാണ് താമസിച്ചിരിക്കുന്നത്. ഉണ്ടാക്കി വെച്ച സ്വത്തുക്കളെല്ലാം വൈഫിന്റെ കയ്യിലാണ് എന്ന് വരെ പറയുന്നുണ്ട്. என் பிள்ளைங்களை பார்க்க விட மாட்டாங்க. என்னோட லைஃப்ஸ் ஹாப்பியஸ்ட் டேன்னு நான் ட்வீட் பண்ண அவனும் நானும் சேர்ந்து டிக் 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 படம் நடிக்கும் போது ஏன் பிள்ளைங்க நான் எப்படிங்க விடுவேன்? கேட்டுதான் இருப்பீங்களா? இப்படிதான் 50 லட்சம் ரூபா தெரியுமா? 2 பேர் ஸ்கூல் ஃபீஸ். எத்தனை வருஷம் நான் கட்டி பார்த்துட்டு இருக்கேன். அவங்களுக்கு நல்ல லைஃப் கிடைக்கணும்னு. குழந்தைங்க பத்தி என் பாசத்தை பத்தி பேசாதீங்க. உங்க யாருக்கும் எதுவுமே தெரியாது. டெய்லி நைட் உட்காந்து அவன் செஸ் கத்துக்கிறான். என் சின்ன பையன் டெய்லி உட்காந்து விளையாடுவான். அவன் கிட்ட தோத்து போவேன் நான். என்ன சொல்றீங்களா? குழந்தைங்க மேல அன்பு இல்லைன்னு பார்க்க விட மாட்டாங்க. போன் கான்ஃபிஸ்கேட் பண்ணி வச்சிருக்காங்க. ஸ்கூலுக்கு பாடி கார்டு அனுப்புறாங்க. என் பசங்க பார்க்கணும் இந்த எல்லாத்தையும் கொடுத்துட்டாங்க அவங்க கையில். அதான் என் பெரிய தப்பியா நம்பிக்கை, ட்ரஸ்ட், என் லைஃப் இது எல்லாத்தையும் கொடுத்துட்டேன். அப்படியே எனக்கு ஒரு அக்கௌண்ட் கூட கிடையாது என் பேர்ல, தெரியுமா உங்களுக்கு? ஒரே அக்கௌண்ட் தான் எனக்கு இருந்துச்சு, ஜாயிண்ட் அக்கௌண்ட், எக்ஸ் ஃபேமிலியோட. ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാം ഓക്കെയാണ്. പക്ഷെ ഇതുവരെ അദ്ദേഹത്തിന്റെ വൈഫ് എക്സ്പ്ലനേഷനും കാര്യങ്ങളായിട്ടൊന്നും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാളുടെ ഭാഗത്ത് നിന്നിട്ട് അവരാണ് ശരിയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു പക്ഷക്കാരനല്ല ഞാൻ. നിങ്ങൾക്ക് എന്താ തോന്നുന്നു വെച്ചാൽ ആ ലെവലിൽ ഒന്ന് കമന്റ് ചെയ്യാം. எங்க சொன்னாலும் ஸ்வைப் பண்ணாலும் உடனே போய் என்ன எதுனால என்ன ஏன் அதான் சம்பாதிக்கணும். ശരി, നമുക്കിതൊരു അനദർ ജെൻഡർ എന്നുള്ള ലെവലിൽ എടുക്കാം. ഒരു ഫീമെയിൽ ആണ് പോയിട്ട് പുറത്ത് പോയിട്ട് എല്ലാ കാര്യങ്ങളും സമ്പാദിക്കുന്നതും കാര്യങ്ങളൊക്കെ. ആ പൈസ ഒരു മെയിൽ എടുത്ത് മലയാള ഭാഷയിൽ പറയുകയാണെങ്കിൽ എടുത്ത് പുട്ടടിക്കുകയാണെങ്കിൽ അത് ഇതേപോലെ ഒരു ഫീമെയിൽ വന്നിരുന്നിട്ട് പ്രസ് മീറ്റിൽ വിളിച്ച് പറയുമ്പോൾ അതിന്റെ ഒരു ഇമ്പാക്ട് എത്രയായിരിക്കും എന്നുള്ളത്. ഇതൊരു പുരുഷനായി പോയി, അത്രേ പറയാനുള്ളൂ. അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ എങ്ങനെ ചെലവഴിക്കണമെന്ന് അതിന് വരെ ബൗണ്ടറി കീപ്പ് ചെയ്യുന്ന പാർട്ട്നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ വളരെ ടോക്സിക് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോ ഒരു പുരുഷനായും കൊണ്ട് തന്നെ ആരും ഇതിനെപ്പറ്റി ചോദിക്കില്ല. ഈ വന്നിരുന്ന് പറയുന്നൊരു സ്ത്രീ ആണെങ്കിൽ എത്രത്തോളം ഇതിന്റെ ഇമ്പാക്ട് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. ரொம்ப அநியாயம் நடந்திருக்கு எனக்கு ரொம்ப அந்த வீட்டுல ரொம்ப அநியாயம் நடந்திருக்கு. சொல்ல முடியாத அளவுக்கு அநியாயம் நடக்குது. அதனால தான் நான் வாங்கி விட்டேன்.
சிங்கமா ஏன் நேச்சர் அப்படி. ചായ കുടിക്കണമെങ്കിൽ പോലും വൈഫിന്റെ അനുവാദം വേണം എന്നുള്ളത് അന്ന് എല്ലാവരും അത് ചിരിച്ചു തള്ളിയതാണ്. കാരണം സ്നേഹം, കെയറിങ് എന്നുള്ള ലെവലില്. പക്ഷെ ഇന്നത്തെ സാഹചര്യവുമായിട്ട് അത് കൂട്ടി വായിക്കുമ്പോൾ അത് സ്നേഹമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തായാലും ആ പറഞ്ഞ കാര്യങ്ങളൊന്ന് കേൾക്കാം. 100 ரூபாய் கொடுறா 50 ரூபான்னு எப்போ பாட்டிக்கு போனா அங்க போனா ஏதாவது ட்ரிங்க் கேட்கும் போதுல அவங்க எஸ்பெஷலி வேற ஊர்ல இருக்கும் போது 1000 பாத் 1000 ருபீஸ் சொல்ற மாதிரி ஐயோ நேரம் அவங்க கிட்ட போவேன். மச்சான் பைசா இருக்கா? அண்ணா என்கிட்ட இல்லன்னா 500 அவங்ககிட்ட அதே கதை தான். அவன் போய் அவன் ஒய்ஃப் கிட்ட வாங்கி வந்து கொடுப்பான். சோ ஒவ்வொரு தடவையும் நீங்க எனக்கு அவார்ட் கொடுக்குற மாதிரி வந்து கொடுக்குற அந்த 1000 ரூபாய் இருக்கு இல்ல இந்த மாதிரி விஷயங்கள் தான் சார் நாங்க எக்ஸ்பெக்ட் பண்றது. அது வந்து ഇപ്പൊ തന്നെ ഇദ്ദേഹത്തിന്റെ മദറിലോട് വന്നിട്ട് പ്രസ് ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട്, ബാങ്ക് വരെ ജോയിന്റ് അക്കൗണ്ട് ആണ്, അതിനെപ്പറ്റി എന്താ പറയാനുള്ളതെന്ന്. சம்பாதிக்கிற காசு கூட என்ன செலவழிக்க விடுவது கிடையாது. எனக்குன்னு இந்த ஒரு அக்கௌண்ட்டையும் அவங்க வந்து அபகரிச்சிட்டாங்க அப்படின்னு உங்க மேலேயும் மகள் மேலேயும் ஒரு குற்றச்சாட்டு வச்சிருக்காங்க. இந்த அவதூறு வந்துட்டு ஏற்கனவே வந்துட்டு கோர்ட்லயே கொடுத்துருக்காங்கங்க. ஒரு கல்யாணம் ஆகி வந்து புருஷன் பொண்டாட்டி ஆனதுக்கு அப்புறம் உன் அக்கௌண்ட் என் அக்கௌண்ட்னு எனக்கு தெரியல. அது இப்ப மாறி இருக்கலாம். ஆனா வந்துட்டு ஒரு குடும்பமா இருக்கும்போது എല്ലാമേ ഒന്നുതാ. എല്ലാം ഒന്നുതാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഇതൊരു ഫീമെയിലിനാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിരുന്നെങ്കിൽ ഇതിപ്പോ ഇങ്ങനെ ഒന്നും നിൽക്കില്ലായിരുന്നു. ഭാര്യയുടെ ചെലവിൽ ജീവിക്കുന്നവൻ, അങ്ങനത്തെയുള്ള ലെവലിലുള്ള ഒരുപാട് കാര്യങ്ങൾ അടിച്ചിറക്കും. நான் உயிரோட இருக்க கூடாது அவங்களுக்கு மேக்சிமம் அதுதான் நடந்துரும். கண்டிப்பா நடக்கும். ஆனா நான் எல்லாரையும் முடிச்சிட்டு தான் நான் போவேன். சந்தோஷமா போவேன், சிரிச்சுட்டே தான் போவேன். ஆல்ரெடி எல்லாம் ஸ்டார்ட் ஆயிடுச்சு. ஃபோக்கஸ் பண்ணிக்கோங்க. ஸ்டார்டட் ஹர்ட்டிங் மை செல்ஃப். என் குழந்தைங்களை என்ன பார்க்க விடல. I started hurting myself. പറഞ്ഞ് മനസ്സിലായിണ്ടാവും വിചാരിക്കുന്നു. അതായത് ടോർച്ചറിങ്ങും കാര്യങ്ങളൊന്നും താങ്ങാൻ വയ്യാതെ അദ്ദേഹം തന്നെ എന്റെ കയ്യിൽ കാണിക്കുന്നുണ്ട് ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയെന്ന്. അവനവൻ തന്നെ இந்த கை பார்த்துக்கோட்டும் நார்மலா இதான் நடக்கும். அதான் உங்களுக்கு வேணும். ரத்தம் வந்தி வந்துட்டு இருக்கேன். எனக்கு பிளாக் மேஜிக் பண்ணிட்டு இருக்காங்க. எனக்கு நான் இருந்தப்பவும் பண்ணிட்டு இருந்தாங்க. அவன் பேச்சை கேட்கணும்னு அப்படியே பொட்டி பாம்பு மாதிரி வச்சிருந்தாங்க. எனக்கு தெரியும். ആ പെണ്ണിന്റെ വീട്ടുകാർ കൂടോത്രം വരെ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ഇവര് തമ്മിൽ സെറ്റ് ആവാൻ വേണ്ടിയിട്ട്, കല്യാണം കഴിക്കാൻ വേണ്ടി പിറകെ നടന്നു എന്നല്ലേ പറഞ്ഞത്. അതിന് വേണ്ടി ടോർച്ചറിങ് ആയിരുന്നു ഇദ്ദേഹത്തെ. ആ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നവരുണ്ടാവും, വിശ്വസിക്കാത്തവരുണ്ടാവും. ഇറ്റ്സ് ഡിപെൻഡ് അപ്പോൺ യു. 4 வருஷமா எனக்கும் அவன் சம்மந்தம். இப்ப நடந்ததுதான் அவங்க எல்லாருக்கும் தேவை. அதுதான் அப்படியே ஜோடிச்சு இப்படி பண்ணி പറഞ്ഞത്. അതായത് 4 കൊല്ലമായിട്ട് ഇവര് തമ്മിൽ യാതൊരുവിധ ബന്ധമില്ല. കാരണം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കാരണങ്ങളൊക്കെ പിരിഞ്ഞ് ജീവിക്കുക എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കെനീഷ എന്ന് പറഞ്ഞ ആളെ വെച്ച് കമ്പയർ ചെയ്തിട്ട് അതാണ് ഇവർ തമ്മിൽ സെപ്പറേറ്റ് ആവാനുള്ള കാരണം എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ സൈബർ ബുള്ളിങ് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടിയിട്ടാണ് കൂടുതൽ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ശേഷം ഇദ്ദേഹത്തിന്റെ ഗേൾ ഫ്രണ്ട് എന്ന് വിശേഷിപ്പിക്കുന്ന കെനീഷ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. കൂടുതലൊന്നും വായിക്കുന്നില്ല, അതിന്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് കുറച്ച് വായിക്കാം. The people who dislike him, defend him, mock him or claim ownership over his life. Ownership over his life എന്ന് എഴുതിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും ആരെ പറ്റിയാണ് കെനീഷ ഉദ്ദേശിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വൈഫിനെ പറ്റിയിട്ടാണ്. വൈഫ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ, കാരണം ഇപ്പോ ലീഗലി ഡിവോഴ്സ്ഡ് അല്ല. അതോടൊപ്പം തന്നെ ഒരാളുടെ കുടുംബത്തിൽ കയറിയിട്ട് അവരുടെ കുടുംബം തകർക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല, അതിനുവേണ്ടി ശ്രമിക്കൂല്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കാര്യത്തിൽ എന്തായാലും കെനീഷയുടെയും ജയൻ രവി സാറിന്റെ എക്സ്പ്ലനേഷൻ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ വൈഫ് അവരുടെ ഒരു കാര്യവും അവരൊരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഒരാളുടെ ഭാഗത്ത് മാത്രം നിന്നിട്ട് നമ്മളെല്ലാം കേട്ടിട്ട് ഇവരാണ് ശരിയെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇത്രയും കേട്ട് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയാം. നമ്മൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.